ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫിഷ് ബിരിയാണിയാണ്. ബസുമതി റൈസും കരിമീനും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതൊരു ഈസി റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടി സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ 2 കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു സവാള തന്നെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അത് റൈസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിവിടെ ഫിഷ് തയ്യാറാക്കണം. ഫിഷ് നന്നായിട്ട് മസാല തേച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നന്നായിട്ടുള്ള വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓരോ മീനായിട്ട് വേണം വറുത്ത് കോരി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഇളക്കാൻ പാടില്ല. കാരണം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് മറിച്ചിടാൻ പാടുള്ളൂ. 2 മീനും സെപ്പറേറ്റ് ആയിട്ട്, അത് എത്ര മീനുണ്ടോ അതിനനുസരിച്ച് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളത് വറുത്ത് കോരി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരിക്കലും ആദ്യം ഇടരുത്, കാരണം ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കറിവേപ്പില, തക്കാളി ചേർക്കുമ്പം വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുക. തക്കാളിയുടെ വെള്ളമൊന്നും നഷ്ടപ്പെടാതെ ഫുള്ളായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും നമുക്ക് ഈ സമയത്ത് ചേർക്കാം, എന്നാലേ കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ ഇത് വഴഞ്ഞു വരുന്നതാണ്. അപ്പം നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഇവിടെ ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്, വേണ്ടവർക്ക് കുറച്ച് മുന്നേ തന്നെ ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലയായിട്ടുള്ള ഗരം മസാല എന്നിവ നമുക്ക് ചേർക്കാം. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിഷ് മസാല ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാ മസാലയും ചേർക്കുന്ന സമയം തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്ലെയിം നല്ലോണം ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കിക്കൊണ്ട് തന്നെ ചേർക്കാം. പിന്നെ ഇവിടെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത് പുളിവെള്ളമാണ്. കാരണം നമ്മൾ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫിഷിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പുളി വെള്ളം പിഴിയുന്നത്. അത് വേണമെന്നില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഞാനിവിടെ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് ഫിഷ് മസാല ആഡ് ചെയ്യുക. അങ്ങനെ ഫിഷ് മസാല ആഡ് ചെയ്ത് നല്ല ഫ്ലെയിമാക്കി ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലോണം തിള വരുന്നത് കാണാം, അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ അതിന് ശേഷം ഒരു മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ഫിഷ് ചേർക്കുക. ഫിഷ് ചേർത്തതിന് ശേഷം അടിയിലുള്ള മസാല എല്ലാം അതിൻ്റെ മുകളിലൂടെ തൂകി അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാല എല്ലാം ആ മീനിൻ്റെ മേലും കൂടെ ആവുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് വെക്കുക. അത് ഒരിക്കലും നമ്മളത് കയ്യിൽ വെച്ച് ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കുമ്പോൾ അത് പൊടിയാനുള്ള സാധ്യതയുണ്ട്. മസാല അടിയിൽ നിന്ന് എടുത്ത് മുകളിൽ ഇടാനേ പാടുള്ളൂ. അങ്ങനെ മൊത്തമായിട്ട് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് മീനിനെ കവർ ചെയ്യുന്ന രീതിയിൽ മസാല വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് മല്ലിച്ചപ്പ്, കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നെയ്യ്, പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ, ഏലക്ക, പട്ട എന്നിവ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഒരു ലെമണും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസും ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലേക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് വെള്ളം കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ വെള്ളം ഇല്ലാതെ നമുക്കിങ്ങനെ വിട്ടിട്ടുള്ള ചോറ് കിട്ടുള്ളൂ. ഇനി കളറ് വേണ്ടവർക്ക് നമുക്ക് ആ ഒരു വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെപ്പറേറ്റ് സെർവ് ചെയ്യേണ്ടവർക്ക് മസാലയും റൈസും സെപ്പറേറ്റ് സെർവ് ചെയ്യാം, ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്.